കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടി സർവശക്തനെ ആരാധിപ്പാൻ ഒരു വിശുദ്ധ പകൽക്കാലം കൂടി ദൈവം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ വിശുദ്ധ കരം നമ്മുടെ കൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി സർവശക്തനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തുതിക്കുന്നു. നമുക്കിന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 10-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കട്ടെ. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ യേശു പറയുകയാണ്, മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിലും ഞാനും എന്ത് ചെയ്യും? തള്ളിപ്പറയും. ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിൻ്റെ അടുത്ത് അന്നാളിൽ ചെന്നിട്ട് പലരും എന്ത് പറയുന്ന പറഞ്ഞേ, കർത്താവിൻ നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, അല്ലേ? എല്ലാം ചെയ്തിട്ടും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. യേശു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, എന്നെ ഏറ്റു പറയുന്നവന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം, എന്നെ ഏറ്റു പറയുന്നതിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, എൻ്റെ പിതാവിൻ്റെ മുമ്പിലും എന്ത് ചെയ്യും? ഞാൻ ഏറ്റു പറയും. ഇന്ന മകൻ ഹല്ലേലൂയ സ്തോത്രം ആരാന്ന് പറയും. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ ഏറ്റു പറയുന്നത്? നിന്റെ കൽപ്പനകളെ പ്രമാണിച്ചവനാണ്. ഹല്ലേലൂയ സ്തോത്രം. നീ തന്ന കൽപ്പനകൾ എന്ത് ചെയ്തിരിക്കുന്നവനാണ്? അനുസരിച്ചവനാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഏറ്റു പറയും. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചവനാണെന്ന് പറഞ്ഞ് പുത്രൻ എന്ത് ചെയ്യും? ഏറ്റു പറയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം പുത്രനെ ഏറ്റു പറയണം. എങ്ങനെ ഏറ്റു പറയണം? ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:14 മുതലുള്ള വാക്യം വായിച്ചാൽ. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് പരിജ്ഞാനത്തിന്റെ വാസന, ദൈവപുത്രനെയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആർക്കാ സ്തോത്രം? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വെളിപ്പാട്, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അത് ഞങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. ആരെ കൊണ്ട്? ആരാ എഴുതുന്നത്? പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് എഴുതി തെളിയിക്കുക പുത്രൻ ആരാന്നുള്ളത്, അല്ലേ? ആ വെളിപ്പെടുത്തുന്ന ദൈവം ആരാന്ന് പറഞ്ഞേ? വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൈവമാണ് പുത്രനെ കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ ഏറ്റുപറയണമെന്നാണ് യേശു പറഞ്ഞെന്ന് ഹല്ലേലൂയ നമുക്കിന്ന് ചിന്തിച്ചു വരാം. എന്നെ ഏറ്റുപറയുന്നവനെ യേശു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, പിതാവിന്റെ മുമ്പിലും എന്ത് ചെയ്യും? ഏറ്റുപറയും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കടന്നു വരാൻ എന്ത് ചെയ്യണം? പറയണമെങ്കിൽ, പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയണമെങ്കിൽ യേശുവിനെ എങ്ങനെ ഏറ്റുപറയണം? പുത്രനാം ദൈവം എന്ന് ഏറ്റുപറയണോ, അല്ലെങ്കിൽ യേശു ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വചനപ്രകാരം നമ്മളെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. 17 വരെ വായിച്ചാട്ടെ. രക്ഷിക്കപ്പെടുന്നവരും ഉണ്ട്, അല്ലേ? പെടാത്തവരുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്ന ഒരു കൂട്ടരുണ്ട്. നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ഞങ്ങൾ ആരാ? ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസനയാണ്. ദൈവത്തിന് ഞങ്ങൾ ആരാ? എങ്ങനെ ക്രിസ്തുവിന് ഇവരെങ്ങനെ സൗരഭ്യവാസനയായത്? എങ്ങനെ അവർ പഠിപ്പിച്ചത്? ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന് പകരം എതിരെ സ്ഥാനാധിപതികളായി നിന്നിട്ട് സൗരഭ്യവാസന എങ്ങനെയാണ്? ദൈവത്തോട് എങ്ങനെ നിരക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിന്. അപ്പൊ ക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നത് എങ്ങനെ പറയണം? യേശു ആരാന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത്, ഏറ്റുപറയേണ്ടത്? നമ്മുടെ കർത്താവ്, നമ്മുടെ മധ്യസ്ഥൻ, അല്ലേ? നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് വേണ്ടി പുരോഹിതനായി തീർന്നവൻ, നമ്മുടെ പാപപരിഹാരത്തിനായി ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ശുദ്ധീകരിക്കാൻ സ്വന്തം രക്തം എന്ത് ചെയ്തത്? തന്ന ഒരു മഹാപുരോഹിതൻ. മറ്റുള്ള പുരോഹിതന്മാരൊക്കെ എങ്ങനെയാ പോയത്? രക്തമായിട്ട്. അവരുടെ രക്തമായിട്ടാണോ പോയത്? ആട്ടുകൊറ്റന്റെയും പശുക്കിടാക്കളുടെയൊക്കെ രക്തവുമായിട്ടാണ് പോയത്. എന്നാൽ യേശു കർത്താവ് എങ്ങനെ പോയി? അപ്പൊ ആ യേശുവിനെ ഏറ്റുപറയണം. എങ്ങനെ ഏറ്റുപറയണമെന്നാണ്? കർത്താവെന്ന് എന്ത് ചെയ്യണം? വാഗൊണ്ട് ഏറ്റുപറയണമെന്നാണ്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് പറയാതെ മറ്റെന്ത് പറഞ്ഞാലും നീ ആരാന്ന് പറഞ്ഞത്? ദൈവം. യേശു കർത്താവ് എന്ത് പറയും? ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? തള്ളിക്കളയും. വായിൽ നിന്ന് എന്ത് ചെയ്യും? ഉമിഴ്ന്ന് കളയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, അല്ലേ?
വായിൽ നിന്ന് നിന്നെ ഞാൻ ഉമിഴ്ന്ന് കളയും. ഉമിഴ്ന്ന് കളയും എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. അവനെ പിന്നെ എന്തിനാ എവിടെ കൊള്ളാം? പുറത്തിട്ട് ചവിട്ടാനേ എന്ത് ചെയ്യുള്ളൂ? കൊള്ളുകയുള്ളൂ. ഹല്ലേലൂയ. 17 വരെ വായിച്ചാട്ടെ. ഇവർക്ക് മരണത്തിന്, ആർക്ക്? നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്നുള്ള മരണത്തിലേക്കുള്ള വാസനയും അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ഇപ്പൊ നമ്മളുള്ള ഒരു ജീവനുണ്ട്. ജീവനിൽ നിന്ന് ഇനി എന്ത് ജീവനാ നമുക്ക് പ്രാപിക്കാൻ പോണേ? ക്രിസ്തേശുവിന്റെ ജീവനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പ്രാപിച്ചിരിക്കുക അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമ്മൾ ജീവിച്ചാലും മരിച്ചാലും ആർക്കുള്ളതാ? ക്രിസ്തുവിനുള്ള. അപ്പം ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയും. ഇതിന് ആർ പ്രാപ്തർ? എന്നെ ഏറ്റുപറയുന്നവരാ പ്രാപ്തർ അല്ലേ? ഇതിന് ആർ പ്രാപ്തർ എന്ന് പൗലോസ് ചോദിച്ചിട്ട് പറയാണ്. ഇതിന് പ്രാപ്തരാരാ? എന്നെ ഏറ്റുപറയണം അല്ലേ? ഏറ്റുപറയുന്നവർ എങ്ങനെ പറയണം? ഞങ്ങൾ അങ്ങനെയുള്ളവരാ. ദൈവവചനത്തെ കൂട്ടിച്ചേർക്കുന്ന അനേകരം. ഏറ്റവും കൂടുതൽ ആരാ കൂട്ടിച്ചേർക്കുന്നവരോ? ഹല്ലേലൂയ സ്തോത്രം. അവര് അർബുദ വ്യാധി പോലെ എന്ത് ചെയ്തോണ്ടിരിക്കുക? തിന്നുകൊണ്ടിരിക്കുക അല്ലെ? ഈ വചനം കൂട്ടുന്നവർ എന്തായിത്തീരുമെന്ന് പറഞ്ഞേ? അത് അർബുദ വ്യാധി പോലെ ഹല്ലേലൂയ സ്തോത്രം തിന്നുകൊണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെയുള്ളവരാണ് പൗലോസ് പറയുന്നത്? അനേകരെ പോലെയല്ല, ചുരുക്കം പേരെ പോലെയാ. ചുരുക്കം പേരെങ്ങനെയാ? ഹല്ലേലൂയ സ്തോത്രം. ചുരുക്കം പേരെങ്ങനെയാ വചനം പഠിപ്പിക്കുന്നത്? കൂട്ടിച്ചേർക്കാതെ നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പന. ഹല്ലേലൂയ പുത്രൻ. ദൈവത്തിന്റെ കൽപ്പന എന്താ? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവെന്നാ. എത്ര കർത്താവുണ്ട്? സൃഷ്ടാവായ കർത്താവ് ഏക കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവം ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഒരേ ഒരു കർത്താവിനെ തന്നിട്ടുണ്ട്. ആരാ? യേശു കർത്താവ്. ഇപ്പൊ നമ്മുടെ കർത്താവ് ആരാ? അതാണ് ഹല്ലേലൂയ. കർത്താവ് ഒരുവൻ, സ്നാനം ഒന്ന് അല്ലേ? ഹല്ലേലൂയ. ദൈവം ഒരുവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും മീതെ. അവന് ഒരേ സമയം എന്തൊക്കെ ചെയ്യും? ദൈവം എല്ലാവരിലും കൂടി വ്യാപരിക്കും, എല്ലാവരിലും ഇരിക്കും, എല്ലാവരുടെയും മീതെ ഇരിക്കും അല്ലേ? അതുകൊണ്ടാണ് സ്വർഗ സിംഹാസനം ഭൂമി പാതകൾ, ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ദൈവത്തിന്റെ വലിപ്പം ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ദൈവം ആകാശത്തെ കൈകൊണ്ടാണ് വിരിച്ചത്. കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കുന്നു. ഭൂമിയെ എന്ത് ചെയ്യുന്നു? തന്റെ ഭൂമിയെ നാഴിയിൽ അളക്കുന്നു. ഈ ഭൂമിയെ നാഴിയിൽ അളക്കാൻ പറ്റുമോ? ഭൂമിയെ നാഴിയിൽ അളക്കുന്നവനാ നമ്മുടെ ദൈവം. പിന്നെ സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ എന്ത് ചെയ്യുന്നു? കൈക്കുമ്പിളി കൂട്ടാനുള്ളതേ ഉള്ളൂ സമുദ്രത്തിന്റെ വെള്ളം. അതാ ദൈവം. അവനെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. അപ്പൊ കണ്ടത് എങ്ങനെയാ? ദൈവത്തെ എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്ന യേശു കർത്താവ് പറഞ്ഞല്ലേ? ദൈവത്തിന്റെ സകല സമ്പൂർണതയും. അത് ഞാൻ താഴോട്ട് വായിച്ചു പഠിപ്പിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയാം. വായിച്ചാട്ടെ. ദൈവത്തിന്റെ കൽപ്പനയാലും ക്രിസ്തുവിൽ സംസാരിക്കണം. എങ്ങനെ ഏറ്റു പറയേണ്ടത്? ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? യേശുവിനെ ആരെന്ന് പറഞ്ഞ് ഏറ്റു പറയേണ്ടത്? ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ദാസൻ, എന്റെ അഭിഷക്തൻ അല്ലെ? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസൻ അല്ലേ? ദൈവം തിരഞ്ഞെടുത്ത ദാസനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത ദാസൻ. എങ്ങനെ? തന്റെ ജ്ഞാനത്തിൽ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു? വാക്കുകൊണ്ട് അവനെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു അല്ലേ? സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വചനം കാലസമ്പൂർണത വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതി പറയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശു കർത്താവ് എന്ത് ചെയ്തു? ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്റെ അടിപ്പിണറുകളാൽ നമുക്ക് എന്ത് ചെയ്തു? സൗഖ്യം വരുത്തി, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ എന്തിനാ വരുന്നത്? ലോകത്തെ വിധിപ്പാനും നമ്മളെ ചേർപ്പാനും ലോകത്തെ വിധിപ്പാനുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം സകല അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നത്? പുത്രന് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം സ്വന്തം പുത്രനെ ആദരിച്ചില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ. എന്നെ ഏറ്റു പറയുന്നത് എങ്ങനെ പറയണം? യേശുവിലൂടെ എല്ലാം തരുവുള്ളൂ. നിത്യജീവൻ തരുന്നതല്ല. നിത്യജീവൻ തരുന്ന ആരിലൂടെയാ? യേശുവിലൂടെ. അല്ലല്ല, സ്വർഗം നമുക്ക് തരാൻ പോകുന്നത് ആരിലൂടെയാ? യേശുവിലൂടെ. യേശു ഇല്ലാത്തവൻ ആരില്ല? പിതാവില്ല. അല്ലല്ല സ്തോത്രം. യേശു ഇല്ലാത്തവന് ദൈവമില്ല. യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന മഹത്വം ആർക്കാ പോകുന്നത്? യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുന്നവന്റെ, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ മഹത്വം ആരെടുക്കും? ദൈവം എടുക്കും. ദൈവം നമ്മളിൽ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ നമ്മളിൽ എന്ത് ചെയ്യും?
മഹത്വപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? എന്നിട്ട് ചോദിക്കാണ്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരിക്കുന്നവൻ ആരാ? ദൈവം. എങ്ങനെയാ നീതീകരിച്ചത് നമ്മളെ? ക്രിസ്തുവിൽ നമ്മളെ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ എന്ത് ചെയ്തു? നീതീകരിക്കുന്നവൻ ആരാ? ദൈവമോ. എങ്ങനെ നീതീകരിച്ചത്? രക്ഷകനാരാ? ദൈവമോ. എങ്ങനെ രക്ഷിച്ചത്? സ്വന്തം പുത്രനിലൂടെയാണ് നമ്മളെ രക്ഷിച്ചത്. കണ്ടോ? അപ്പൊ രക്ഷകനായിട്ട് നമ്മളെ എന്ത് ചെയ്തു? ദൈവം തന്റെ രക്ഷകനായിട്ട് നമ്മളെ ആർക്ക് തന്നു? നമുക്ക് വേണ്ടി പുത്രനെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത്. കണ്ടോ? ക്രിസ്തേശു ആരാന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ എന്നെ ഏറ്റു പറയണോ അല്ലേ? യേശു പറഞ്ഞേ, എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ഏറ്റു പറയും. എങ്ങനെ ഏറ്റു പറയണം? ക്രിസ്തുയേശു മരിച്ചവൻ. അങ്ങനെ ഏറ്റു പറയണം. ദൈവം മരിക്കുവോ? താൻ മാത്രം അമർത്യതല്ല. തമിഴിലൊക്കെ എഴുതിക്കാൻ സാവാമയുള്ളവന് ശാപത്തില്ല. ദൈവത്തിന് മരിക്കാൻ ഒരു നാളും കഴിയത്തില്ല. മരിക്കുന്നവൻ ദൈവമല്ല എന്ന് എസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കാം. നിന്നെ കുത്തിക്കൊല്ലുന്നതിന്റെ മുമ്പിൽ 28-ാം അധ്യായത്തിൽ അല്ലേ? നിന്നെ കുത്തിക്കൊല്ലുന്നതിന് മുമ്പിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കുക, നിന്നെ തന്നെ ദൈവം എന്ന് പറയുമോ? ദൈവത്തിന്റെ വചനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വചനം. അപ്പൊ മരിക്കുന്നവൻ ആരല്ല? ദൈവമല്ല. യേശുവിനെ ഇവർ ആരാക്കി? എങ്ങനെ ഏറ്റു പറയണം യേശുവിനെ? അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ ഞാൻ ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ഏറ്റു പറയും. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ യേശു കർത്താവ് എന്ത് ചെയ്യും? ഏറ്റു പറയും. കാരണം നമ്മൾ യേശുവിനെ ആരാണ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്? കർത്താവും നമ്മുടെ രക്ഷകനും ലോകരക്ഷിതാവായിട്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ഏറ്റു പറയും. ഹല്ലേലൂയ. നിന്റെ വചനത്തെ കൂട്ടാതെ കുറയ്ക്കാതെ എന്ത് ചെയ്തു? പഠിപ്പിച്ചെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഏറ്റു പറയും. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ പറയുന്നതാണ് ക്രിസ്തേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. എങ്ങനെ ഉയർത്തെഴുന്നേറ്റ? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതാ എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച. അങ്ങനെ അവനോട് കൂടെ നിങ്ങളെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഉയർപ്പിക്കുന്ന പറഞ്ഞത്. അപ്പം ക്രിസ്തേശുവിനെ ഉയർപ്പിച്ചവൻ ആരാ? ദൈവം. അല്ലെങ്കിൽ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം എന്താ? അവനെ ഉയർപ്പിച്ചവൻ ആരാ? ദൈവം. അല്ലെങ്കിൽ സ്തോത്രം. യേശു കർത്താവ് എന്താ പറഞ്ഞത്? അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നെന്നാ പറഞ്ഞല്ലേ? കാരണം ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുരുടന് കാഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കും ഒരു ശാസ്ത്രത്തിനും ഒരു കുരുടന്റെ കണ്ണ് അല്ലെങ്കിൽ രണ്ടാമത് കൃഷ്ണമണിയെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. പിന്നെ അല്ലെങ്കിൽ സ്തോത്രം. മുടന്തൻ എഴുന്നേറ്റ് നടക്കുവോ? ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തിരിക്കുക? വന്നിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ദൈവത്തിൽ എന്ത് ചെയ്യണം പറഞ്ഞേ? വിശ്വസിക്കാൻ. ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം പറയാനാണ് യേശു കർത്താവ് ഭൂമി വന്നത്. ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിയണം. എങ്ങനെ തിരിയണമെന്ന് പറഞ്ഞു? ന്യായപ്രമാണം പൂർത്തീകരിക്കുന്നിടം വരെ ന്യായപ്രമാണം മുഴുവൻ യേശു കർത്താവ് പൂർത്തീകരിച്ചിട്ട് പറഞ്ഞു നിവൃത്തിയായി. എല്ലാം എന്ത് ചെയ്തു? നിവൃത്തിയായതിനു ശേഷം അതിൽ വീണ്ടും സ്നാനപ്പെട്ടവരെയൊക്കെ വീണ്ടും എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. അതിൽ യോഹന്നാന്റെ സ്നാനമൊക്കെ അതുവരെയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു? യേശു കർത്താവ് 2 പ്രാവശ്യം എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? യോഹന്നാന്റെ കീഴെ മാനസാന്തര സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. 2 ഇനി എനിക്കൊരു സ്നാനമുണ്ട്, അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? വേദനിക്കുന്നു പറഞ്ഞു. അതാണ് ക്രൂശ് മരണം. അതുകൊണ്ടാണ് കള്ളനോട് പറഞ്ഞത്, നീ ഇന്ന് എൻ്റെ കൂടെ എവിടെ ഇരിക്കും? യേശുവിനോട് കൂടെ തന്നെ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നതാണ് സ്നാനം. കള്ളന് ആരോട് കൂടെയാണ് മരിച്ചത്? യേശുവിനോട് കൂടെയാണ് മരിച്ചത്. അപ്പോ ഇന്ന് നീ എവിടെ ഇരിക്കും? എൻ്റെ കൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യേശു ഹല്ലേലൂയ സകലവും നിവൃത്തിയായിട്ട് ഹല്ലേലൂയ പുതിയ നിയമം നമുക്ക് തന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആരുണ്ട്? ദൈവം ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുവരെ നീ പുരോഹിതന്റെ പുറകെ പൊക്കോണ്ടിരുന്നു. ഇനി നീ എവിടെ ധൈര്യത്തോടെ എവിടെ വരാനാ പറഞ്ഞത്? എബ്രായ ലേഖനത്തില് കൃപാസനത്തിലേക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞത്? അടുത്തു വരണം. കൃപാസനത്തിലേക്ക് എന്ത് ചെയ്യണം? അടുത്ത. ഇപ്പൊ കൃപാസനത്തിൽ ഇരിക്കുന്ന ആരാ? കർത്താവ് നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ കർത്താവിലൂടെ നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും വായിക്കുകയും എന്നിട്ട് ഹല്ലേലൂയ എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന ഏവനെയും ഞാൻ ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? അവനെ ഏറ്റുപറയും. എങ്ങനെയാ ഏറ്റുപറയേണ്ടത്? ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ
ഈ വിശ്വാസമുള്ളവർക്ക് ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തവൻ തന്നെ എന്ന് പറയുകയും ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ദൈവമാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷവാദം കഴിക്കണം. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച മനുഷ്യനായ ക്രിസ്തേശു തന്നെയെന്ന് ഹല്ലേലൂയ. നമുക്ക് ഒരു മധ്യസ്ഥനുണ്ടല്ലേ? മധ്യസ്ഥന്റെ ജോലി എന്താ? പഴയ നിയമ ന്യായപ്രമാണ കാലത്തൊക്കെ മധ്യസ്ഥന്മാരാരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാരുടെ ജോലി എന്തായിരുന്നു? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? മധ്യസ്ഥത വഹിക്കണം അല്ലെ? ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് എന്ത് ചെയ്യണം? ആണ്ടിൽ ഒരിക്കലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുവരെ എന്ത് ചെയ്തോണ്ടിരിക്കണം? ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പുരോഹിതന്റെ ജോലി. അല്ലെങ്കിൽ ആ സ്തോത്രം. ഇവിടെ ഒരു മഹാപുരോഹിതൻ എന്ത് ചെയ്തു? സ്വന്തം രക്തവുമായിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ഭൂമിയിലാണ് ശുശ്രൂഷ. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തോണ്ടിരിക്കാന്നാ പറഞ്ഞത്? വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തോണ്ടിരിക്കുക? പക്ഷപാതം കഴിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ സ്തോത്രം. നമുക്ക് വേണ്ടി അങ്ങനെ ഏറ്റുപറയണം. യേശു എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നുള്ള മധ്യസ്ഥനാന്ന് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. അവനെ ദൈവത്തിന് മുമ്പിൽ ആര് ഏറ്റുപറയും? യേശുവിനെ പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞാൽ അവനെ ദൈവപുത്രനെ ഏറ്റുപറയുമോ? ഇല്ല, ഏറ്റുപറയില്ല. അവനെന്ത് ചെയ്യും? വായിൽ നിന്ന് എങ്ങനെ പറഞ്ഞത്? ഭൂമിയിൽ നിന്ന് കളയും. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 8:28 വായിച്ചാട്ടെ. 28-30 വരെ. എന്നിട്ട് പറയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ, ആരെ? ദൈവം മുന്നറിഞ്ഞവരെ. കണ്ട, പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന്. അനേക സഹോദരന്മാരിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ ജനരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ എന്ത് ചെയ്തു? പുത്രൻ എന്ത് ചെയ്തു? അതിന് മുകളിൽ തന്നെ എഴുതിക്കുക, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അതിന് മുകളിൽ എഴുതിക്കാണ്, ഞാൻ എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ നിന്റെ നാമത്തെ എന്ത് ചെയ്യും? കീർത്തിക്കും. യേശു നമ്മുടെ ആരാന്നാ പറഞ്ഞേക്കുന്നത്? സഹോദരനാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാ? സൃഷ്ടിയാണ്. നമ്മൾ സൃഷ്ടിയാണ്. പുത്രനും ആരാ? ദൈവത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ്. സൃഷ്ടാവല്ല, സൃഷ്ടിയാണ്. സൃഷ്ടിയെ സൃഷ്ടിച്ചവനേക്കാൾ, റോമാലേഖനത്തിൽ പറയണം, അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. അവരെന്ത് ചെയ്തു? ക്ഷയമുള്ള നാൽക്കാലി, മനുഷ്യൻ, ഇഴജാതി, ഇവയുടെ പിന്നെ മത്സ്യമല്ലേ, കടലിലുള്ള ജീവജാലങ്ങളുടെ എല്ലാം മാറ്റിക്കളഞ്ഞ ആരെ? ദൈവത്തെ. മൃഗത്തിന്റെ തുല്യം ഉണ്ടാക്കി. മനുഷ്യന്റെ തുല്യമായിട്ടല്ലേ പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് യേശുവിനെ വെച്ച് ആരാധിക്കുന്നത്. കേട്ടോ, ദൈവം പറയുന്നത് സൃഷ്ടിച്ചവനെ എന്ത് ചെയ്തു? സൃഷ്ടിക്ക് തുല്യമാക്കി. അതാണ് ഇന്ന് പെന്തക്കോസ്തുകാർ ചെയ്യുന്നത്, ഇന്ന് ലോകം ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവരാണ് ബഹുഭൂരിപക്ഷം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ വചനം കൂട്ടിയേർക്കുന്ന അനേകരെ പോലെയല്ല, ഞങ്ങൾ എങ്ങനെയുള്ളവരാ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ കൂട്ടിയേക്കുന്നത് ആരാന്ന് പറഞ്ഞേ? അവർ അനേകരാണ്. ഇത് കൂട്ടുചേർക്കുന്നവരാണ് കൂടുതൽ. നോഹയുടെ കാലത്ത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. നോഹയുടെ കാലത്ത് എത്ര പേരാ? 8 പേരാ. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ വരവിലും ഈ കൂട്ടിച്ചേർക്കുന്നവരൊന്നും അവരൊക്കെ യേശു കർത്താവ് എന്ത് ചെയ്യും? പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? തള്ളിപ്പറയും. അപ്പോൾ നമ്മളെ ഉമിഴ്ന്ന് കളയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്യരുത്? കൂട്ടിക്കളയരുത്, കുറച്ചും കളയരുത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായി നിൽക്കാൻ നീ എന്ത് ചെയ്യണം? ശ്രമിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആരോട് പറഞ്ഞു? തിമോത്തിയോസിനോട് പറഞ്ഞു. അല്ലേ? വചനത്തെ എന്ത് ചെയ്യരുത്? കൂട്ടരുത്. ഹല്ലേലൂയ സ്തോത്രം. കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. വായിച്ചാട്ടെ, 30 വരെ വായിച്ചാട്ടെ. തന്റെ സ്വരൂപത്തോട്, സ്വന്തം രൂപത്തോട് അനുരൂപരാകുവാൻ. ആരുടെ രൂപത്തോട്? പുത്രന്റെ രൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, മുൻ നിയമിച്ചവരെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഉള്ളം കയ്യില് നമ്മെ എന്ത് ചെയ്തിരിക്കുക? വരച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അല്ല, ദൈവം മുൻ നിയമിച്ചവരെ എന്ത് ചെയ്യും? വിളിക്കും. വിളിച്ചവരെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്ത് ചെയ്യും? നീതീകരിക്കും. നീതീകരിച്ചവർ ഇനി എന്ത് ചെയ്യും? തേജസ്കരിക്കും. കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ. തേജസ്കരിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞാൽ ഇനി മരിച്ചാലും ജീവിച്ചാലും ആർക്കുള്ളതാ? നമ്മളെ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോട് കൂടെ എന്ത് ചെയ്തിരിക്കുക? യേശുവിനോട് കൂടെ എന്ത് ചെയ്തിരിക്കുക? ക്രൂശിച്ചിരിക്കുക. അതുകൊണ്ട് പഴയ മനുഷ്യന്റെ സ്വഭാവം ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇനി വരില്ല എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നെന്ന് പറഞ്ഞേ. കാരണം നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ കഴിയാത്ത കാര്യം അവർ യേശുവിനെ എങ്ങനെയാണ് ഏറ്റു പറഞ്ഞേക്കുന്നത്? പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് ഏറ്റു പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയും? തള്ളിക്കളയും. വായിൽ നിന്ന് എന്ത് ചെയ്യും?
ഉമിഴ്ന്ന് കളയും. അതിൽ 8:26 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അതുപോലെ തന്നെ ആത്മാവ് അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യാണ്? ആത്മാവ് എന്ത് ചെയ്യുന്നു? ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ലല്ലോ എന്നാ എഴുതിക്കുന്നത്. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആത്മാവതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വായിച്ചേ, ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ പക്ഷപാതം ചെയ്യുന്ന ആരാന്ന് പറഞ്ഞു? ഇപ്പൊ നമ്മൾ വായിച്ചത് യേശു കർത്താവ് എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് എവിടെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. പക്ഷപാതം കഴിക്കുന്നു. അപ്പൊ ഇവിടെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു പറഞ്ഞാൽ ആത്മാവായിട്ട് നമ്മളിൽ വരുന്ന 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയാ ഞാൻ അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഏത് ആത്മാവാ? കർത്താവിന്റെ ആത്മാവാ അല്ലേ? കർത്താവ് ആരാന്ന് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിപ്പിച്ചത് കർത്താവ് ആത്മാവാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല, അവനെ നിങ്ങൾ അറിയുന്നു. ശിഷ്യന്മാരോട് പറയാം, അവനെ നിങ്ങൾ അറിയുന്നു. ആരെയാണ് ശിഷ്യന്മാരൊക്കെ അറിഞ്ഞത്? യേശു കർത്താവിനെ അറിയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ പക്ഷപാതം കഴിക്കുന്നത് ഇപ്പം ആരോട് പക്ഷപാതം കഴിക്കുന്നത്? ദൈവത്തോട് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആത്മാവ് എന്ത് ചെയ്യുന്നു? പക്ഷപാതം കഴിക്കുകയാണ്. എങ്ങനെയാ കർത്താവ് പക്ഷപാതം കഴിക്കുന്നത്? ആത്മാവിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് പക്ഷപാതം കഴിക്കുന്നത്. അപ്പൊ ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ബുദ്ധിയെ എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധി അന്നേരം എന്ത് ചെയ്യും? വർക്കാവില്ല. ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അന്യഭാഷയിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്യും? മർമ്മങ്ങളെ എന്ത് ചെയ്യും? മർമ്മങ്ങളെ വെളിപ്പെടുത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ചാട്ടത്, ഉച്ചരിച്ചുകൂടാത്ത ഞരങ്ങൾ. അല്ല, ഉച്ചരിക്കാൻ പറ്റാത്ത നരക്കമാണ്. നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ബുദ്ധിയിൽ പ്രാർത്ഥനയുണ്ട്. പൗലോസപ്പോസ്തലൻ പറയാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ബുദ്ധിയിലും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പൊ ആത്മാവ് കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അതിവിശുദ്ധ വിശ്വാസം എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അതിവിശുദ്ധ വിശ്വാസം? ഏകസത്യ ദൈവത്തിലും ഏകസത്യ ദൈവം അയച്ച കർത്താവിലും എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നതാണ് ഹല്ലേലൂയ, സ്തോത്രം, അതിവിശുദ്ധ വിശ്വാസം. ആ ദൈവത്തിന്റെ ശക്തിയെ മൂന്നാമത്തെ വ്യക്തിയാക്കുന്നതിലല്ല, ആ ദൈവത്തിന്റെ ശക്തിയാന്ന് അറിഞ്ഞ ആ ശക്തിയിൽ എന്ത് ചെയ്യുന്നു? ആത്മാവതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ മർമ്മങ്ങളെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. വായിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞത്. യേശു പറഞ്ഞത്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആവുന്ന പോലെ അവർ നമ്മിലാകേണ്ടതിന് ഞാൻ അവർക്ക് നിന്റെ നാമത്തെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് പിതാവും പുത്രനും ഒന്നായി നമ്മളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒന്നായി വരുന്നത്? ആത്മാവായിട്ടാണ്, ശക്തിയായിട്ടാണ് വരുന്നത്. ശക്തി, ആത്മാവ് എന്ന് പറഞ്ഞാൽ ശക്തി, ദൈവത്തിന്റെ ശക്തിയായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. ദൈവം ആത്മാവാന്ന് പറഞ്ഞാൽ ദൈവം ശക്തിയാണ്, നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരിലിരിക്കുന്ന ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? നമുക്ക് കാണാൻ കഴിയില്ലത്. അതുപോലെ തന്നെ ദൈവ ആത്മാവെന്ന് ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവന്റെ പ്രവൃത്തികളാൽ നമുക്ക് വെളിപ്പെട്ട് വരുന്നു. ഒരു സുനാമിയൊക്കെ വരുമ്പോൾ അമ്മേ അയ്യോ എന്ന് പറഞ്ഞ് കളിച്ചിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടല്ലേ എല്ലാവരും? അമ്മേ, അപ്പ, ദൈവമേ എന്ന് പറഞ്ഞ് ദൈവം ഇല്ലാന്ന് പറയുന്നതിന് അവസാനം എന്ത് ചെയ്യും? ദൈവത്തിന്റെ കരവാന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കും അല്ലേ? ഒരു സുനാമി വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഭൂകമ്പം വരുമ്പോൾ എന്ത് ചെയ്യും? ദൈവം ഉണ്ടെന്ന് അവരെന്ത് ചെയ്യും? തിരിച്ചറിയുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. എന്ത്? ദൈവം ഉണ്ടെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോണം? ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി. എങ്ങനെയാ വിശുദ്ധി കിട്ടുന്നത്? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് അല്ലേ? വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതപ്രകാരം. കണ്ടോ? നമ്മുടെ മധ്യസ്ഥനായിട്ടിരിക്കുന്ന ആരാ? ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് പണ്ട് പക്ഷപാതം കഴിക്കുന്ന പറഞ്ഞു. ആ പക്ഷപാതം കഴിക്കുന്ന കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തെ സകലവും നന്മയ്ക്കായി. കഷ്ടതയാണല്ലോ, പട്ടിണിയാണല്ലോ, ആപത്താണല്ലോ, വാളാണല്ലോ, ഇതെല്ലാം എന്തായിട്ട് മാർഗം പറഞ്ഞേക്കുന്നത്? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. താഴെ വായിക്കും. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ആരാധിക്കണമെന്ന് പറഞ്ഞത്? അനേക സഹോദരന്മാരിൽ
സ്വരൂപത്തോട് എന്ത് ചെയ്തിരിക്കുന്നു? അനുരൂപ ആയിരിക്കുന്നു. മുന്നേ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? എൻ്റെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? ഏറ്റുപറയും. അതുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ ആരെന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റുപറയണം? യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ സ്വീകരിച്ചാൽ, യേശുവിനെ കർത്താവെന്ന് ഏറ്റുകൊണ്ടാൽ, യേശുവിനെ കർത്താവെന്ന് ഹല്ലേലൂയ സ്തോത്രം വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. നീ മാത്രമല്ല, നിന്റെ കുടുംബവും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ കർത്താവെന്ന് എന്ത് ചെയ്യണം? ഏറ്റു പറയാം. ഹല്ലേലൂയ സ്തോത്രം. പൗലോസിനെയും ശീലാസിനെയൊക്കെ പിടിച്ച് ഹല്ലേലൂയ സ്തോത്രം കാരാഗ്രഹത്തിലിട്ടപ്പോൾ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാവും. യേശുവിൽ കൂടി മാത്രമേ മറ്റുള്ള പുരോഹിതന്മാരിൽ നിന്ന് വിശ്വസിച്ചിട്ട് ഇനി കാര്യമില്ല. കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും എവിടെ ചെയ്യും? രക്ഷപ്പെടാക്കുക. എന്ന് വെച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും പിതാവിന്റെ മുമ്പിലും എന്ത് ചെയ്യും? ഏറ്റുപറയും. എങ്ങനെ വിശ്വസിക്കണം എന്നാ പറഞ്ഞേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. മറ്റുള്ള യേശു ഉണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യൂസ്തോസ് എന്നൊരു യേശു ഉണ്ട്. പിന്നെ പിതാവ് ആരാ? യേശു. പിതാവിന്റെ പേരെന്താ? യേശു. യേശു കർത്താവ് പറയണം, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തോളം. നീ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് ആരുടെ പേരാ? നിന്റെ പേരാ. ഹല്ലേലൂയ. നാമം എന്ന് പറഞ്ഞാൽ എന്താ? പേരാ, നെയിം. ഹല്ലേലൂയ സ്തോത്രം. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാണ് ശിഷ്യന്മാർക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നീ എനിക്കിട്ടിരിക്കുന്ന ആരുടെ പേരാ? നിന്റെ പേരാ. ഹല്ലേലൂയ. അപ്പോൾ 5 യേശുവിനെ കുറിച്ച് ഈ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ഈ പിതാവിനെയും പുത്രനെ അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു യേശു ഉണ്ട്. അവൻ ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദൈവാലയത്തിലിരിക്കാന്നുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവ് പറയാണ്, മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? എന്നെ ഏറ്റു പറയണം. എങ്ങനെ ഏറ്റു പറയണം? അതിലെ യേശു നമ്മുടെ കർത്താവാണ്. അവനാണ് ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തത്? വേഷത്തിൽ എങ്ങനെ വന്നെന്നാ പറഞ്ഞത്? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത്. വേഷത്തിൽ മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന് നീ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. എൻ്റെ പാപം എൻ്റെ യേശു മൂലം എന്ത് ചെയ്ത് ഞാൻ ക്ഷമിക്കപ്പെട്ട് ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. അതുപോലെ നിനക്കും യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11 വായിച്ചാട്ടെ. ക്രിസ്തുവോ യേശു അങ്ങനെയാ വന്നെന്നാ? അല്ല, നിങ്ങളെ ക്രിസ്തുവിന് യേശു എന്താ പറഞ്ഞത്? എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്ന ഏവനെയും ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? ഏറ്റു പറയും. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവോ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടില്ല. ശരിക്കും ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എബ്രായരെ കുറിച്ചും ഹല്ലേലൂയ സ്തോത്രം അതുപോലെ തന്നെ ഹല്ലേലൂയ ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെ ഇത്ര അറിവുള്ള ഒരു ഹല്ലേലൂയ വ്യക്തി ഹല്ലേലൂയ സ്തോത്രം വേറെ ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയെന്ന് ഹല്ലേലൂയ സ്തോത്രം പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. വായിക്കും. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ വരുവാനുള്ള നന്മ. എന്താണ് വരുവാനുള്ള നന്മ? പുതിയ ആകാശവും പുതിയ ഭൂമി. ആ നന്മയ്ക്ക് അതിലേക്കുള്ള മഹാപുരോഹിതനായിട്ടാണ് ആര് വന്നത്? മറ്റുള്ള പുരോഹിതന്മാർക്ക് എവിടെയായിരുന്നു? ഭൂമിയിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ല. മനുഷ്യനെ എങ്ങനെയാണെന്നാ ഞാൻ കഴിഞ്ഞ സൃഷ്ടിച്ചെന്ന് പഠിപ്പിച്ച നിങ്ങളെ? ഓരോ പാർട്സായിട്ട് ഉണ്ടാക്കിയല്ലേ മനുഷ്യൻ. പൗലോസ് പറയാണ്, ദൈവം അവയവങ്ങളെ വെവ്വേറെയായി എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുന്നു. വെവ്വേറെയായിട്ട് അവയവങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. എങ്ങനെ? കൈ കൊണ്ട്. മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ കൈ കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നിട്ട് ജീവശ്വാസം എന്ത് ചെയ്യുക? ഊതിയതാ ചെയ്തെന്ന്. യേശു ആരാണ് ഉള്ള ഏത് സൃഷ്ടിയാണെന്ന് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശുവിനെ അല്ലെങ്കിൽ ഏറ്റു പറയുന്നവനെ ദൈവത്തിന് മുമ്പിൽ യേശു എന്ത് ചെയ്യും? ഏറ്റു പറയും. യേശു ആരാന്ന് അപ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് വന്നത്. എന്തിനാ വന്നത്? എങ്ങനെയാ വന്നത്? വേഷത്തിന് മനുഷ്യനായിട്ടാണ് വന്നത് അല്ലേ? മഹാപുരോഹിതനായി വന്നിട്ട് ഈ കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ എങ്ങനെയാ വെച്ച് ഉണ്ടാക്കിയത്? കൈപ്പണിയായി. കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ കൈ കൊണ്ടല്ല യേശുവിനെ സൃഷ്ടിച്ചത്. വായിച്ചാട്ടെ. കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടി പ്രത്യേകം പറയണം. എന്ന് വെച്ചാൽ ഈ സൃഷ്ടി. ഏത് സൃഷ്ടി? നമ്മളൊക്കെ ആരാ? മണ്ണുകൊണ്ടുള്ള സൃഷ്ടി. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി
കൂട്ടന്മാരുടെയും ഒരു കൂടാരം വലിപ്പവും തികവും അല്ലലിയ ഏറിയ ഒരു കൂടാരത്തിൽ അല്ലലിയ സ്തോത്രം ഒന്നുകൂടെ വായിച്ചാൽ വലിപ്പവും തികവും ഏറിയ വലിപ്പവും തികവും നമ്മൾ തികഞ്ഞവരായിട്ടാണ് സൃഷ്ടിച്ചത് അല്ല, വലിപ്പവും തികവുമേറിയ കൂടാരം അല്ലെങ്കിൽ വെച്ചാൽ വേഷത്തിൽ മനുഷ്യനായിരുന്നു. അവൻ രൂപാന്തരം പ്രാപിച്ചപ്പോൾ എന്ത് ചെയ്തു? പത്രോസ് പോയിട്ട് എന്ത് പറഞ്ഞു? ഞങ്ങളിവിടെ 3 കുടില് കെട്ടട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, 3 കുടില് കെട്ടട്ടെ എന്ന് ചോദിച്ചല്ലേ രൂപാന്തരം പ്രാപിച്ചപ്പോൾ. അല്ലെങ്കിൽ ആ സ്തോത്രം. ഇനി ദർശനം കാണുമ്പോൾ യോഹന്നാൻ എങ്ങനെ കണ്ടത്? അഗ്നിജാലിക്കൊത്തുള്ള കണ്ണുള്ളവൻ വെള്ളോടിന് ആ ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രൻ എങ്ങനെ ഇവിടെ വന്നത്? വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നു. എങ്ങനെ വന്നു? വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നു. അപ്പോൾ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കേട്ടണം. ഈ സൃഷ്ടിയിൽപ്പെടാത്ത, വായിച്ചോട്ടോ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത സൃഷ്ടിയാ പുത്രൻ. ഈ സൃഷ്ടി ഏത് സൃഷ്ടി? മനുഷ്യ സൃഷ്ടി അല്ലാത്ത ഒരു സൃഷ്ടിയാണ് പുത്രൻ. അങ്ങനെ ഏറ്റു പറയണത്. എങ്ങനെയാ? പുത്രനാരാ? സൃഷ്ടിയാ. എങ്ങനെയാ സൃഷ്ടിച്ച ദൈവം? ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1:1 പറയണം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുക. അപ്പൊ ദൈവത്തിന്റെ വായിലുള്ള വാക്കാണ് വചനം. അങ്ങനെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വചനമാണ് ആര്? ഈ സൃഷ്ടിപ്പെടാത്ത വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. എങ്ങനെ? വചനം എങ്ങനെയാ? എന്താന്ന് പറഞ്ഞേ? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയാണ്. വചനം ആരാ? ദൈവമായിരുന്നു. ആ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജീവനുള്ള ഒരു വചനമാണ് ഏത്? സ്ത്രീയുടെ സന്തതി 3:15 ഉൽപ്പത്തി പുസ്തകം 3:15 പറയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദാമിനോടാണ് ആദ്യം പറയുന്നത് പുത്രനെ കുറിച്ച് അല്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്തു. ആ സൃഷ്ടി വാക്കിനാൽ എന്ത് ചെയ്തു? അന്ന് പറഞ്ഞപ്പോൾ ആ സൃഷ്ടി ഉടനെ ഉണ്ടായോ? കാലസമ്പൂർണത വന്നപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് എന്ത് ചെയ്തു? ഈ സൃഷ്ടിയായിട്ട് എന്ത് ചെയ്തു? വന്നു. അതുകൊണ്ടാണ് സൃഷ്ടിയാണ് മരിച്ചത്. സൃഷ്ടാവ് ഒരിക്കലും എന്ത് ചെയ്യില്ല. എന്നാൽ ആ സൃഷ്ടിയിൽ ആര് വസിച്ചു? സൃഷ്ടാവ് വസിച്ചു അല്ലേ? ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹവുമായി ആരില്ല വസിച്ചേ? ക്രിസ്തു. ആ സൃഷ്ടിയിൽ സൃഷ്ടാവ് വസിച്ചു. അതുകൊണ്ട് ആ സൃഷ്ടി തന്നെയാണ്. സൃഷ്ടാവുന്നത് ദൈവം തന്നെയാണ്. ഇതാണ് ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ നിത്യജീവൻ കിട്ടണമെങ്കിൽ ദൈവപുത്രൻ നമ്മളെ പിതാവിന്റെ മുമ്പിൽ ഏറ്റു പറയണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ എന്ത് ചെയ്യണം? വാ കൊണ്ട് കർത്താവെന്ന് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഇന്ന് നീ അത് പറയാൻ എന്ത് ചെയ്തോണം? തീരുമാനമെടുത്തോണം. ഹല്ലേലൂയ സ്തോത്രം. യേശു ആരാന്ന് കർത്താവെന്ന് ഏറ്റു പറയാൻ എന്ത് ചെയ്യണം? തീരുമാനമെടുത്തോണം. വായിച്ചാട്ടെ. ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്ത് ചെയ്തു? വിശുദ്ധ മന്ദിരം ഇവിടെ ഭൂമിയിലാണോ? ഹല്ലേലൂയ സ്തോത്രം. ഈ കൂടാരമൊക്കെ എന്നേ തീർന്നു, പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആരുടെ കാലം വരെ വെച്ചിരുന്നു? ദാവീദിന്റെ കാലം വരെ എന്ത് ചെയ്തിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ കാലം വരെ ആയിരുന്നു എന്ത്? സമാഗമന കൂടാരം വെച്ചിരുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം ഉണ്ടോ? ഇപ്പൊ എവിടെയാ യേശു കർത്താവ് ഇരിക്കുന്നത്? ഇപ്പൊ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ വലതുഭാഗത്ത് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. എന്നുമുള്ളൊരു വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് എന്ത് ചെയ്തു? സാധിപ്പിച്ചു. നമുക്ക് എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശവും ജഡിക ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ, നിത്യാത്മാവാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, നിഷ്കളങ്കനായിട്ട് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്ത, അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. എന്തിനാ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് തന്നത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാ. അതുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ എന്നെ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. എന്ത്? യേശുവിന്റെ രക്തം എന്തിനാ? ജീവൻ. നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ബൈബിളിലെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതാ. ജീവനുള്ള ദൈവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം എന്ന് പറയുന്ന ആൾ ഒരാൾ, അത് പിതാവായ ഏക ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ പഴയ നിയമ വിശുദ്ധന്മാർ എന്ത് ചെയ്തു? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമായിട്ട് പോയി. ഇപ്പൊ നമുക്ക് രക്തം വേണ്ട, കാരണം നമുക്ക് വേണ്ടി ഒരു രക്തം ചിന്തപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്റെ രക്തം എന്ത് ചെയ്തു? ചിന്തപ്പെട്ട്. പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? പാപമാക്കിയതാ, പാപിയല്ല.
നമ്മുടെ പാപം നിമിത്തം അവനെ എന്ത് ചെയ്തു? പാപമാക്കി. അവന്റെ രക്തം നമ്മളെ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം എന്തിനു വേണ്ടിയാ? രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം എന്ത് ചെയ്യും? അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായി. ആദ്യ നിയമത്തിലെ ലംഘനം ന്യായപ്രമാണം ലംഘിച്ചവൾ അത് ഇന്നത് ചെയ്താൽ ഇന്നത് പാപം ഇന്ന ശിക്ഷ അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്തത് യേശു കർത്താവ്? അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തില്ല? മനസാക്ഷിയിൽ അവനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പുരോഹിതന്റെ അടുത്ത് എന്ത് ചെയ്തുകൊണ്ട് ആട്ടുകൊറ്റന്റെയും പശുക്കിടാക്കളെ എല്ലാം രക്തമായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഓരോരുത്തർ ആണ്ടിൽ എന്ത് ചെയ്യും? പാവം പോക്കാൻ ഓരോ മല ചവിട്ടാൻ പോകാറുണ്ട് അല്ലേ? ആണ്ടിൽ വയ്ക്കുക ഒരു വർഷത്തെ പാവം തീർക്കാൻ. നമ്മുടെ പാവം ഒരു വർഷത്തേക്കിനാണോ? അത് ഇപ്പൊ ക്രിസ്തേശുവിലുള്ളവർ ആരാന്ന് പറഞ്ഞേ? ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അവൻ പുതിയ സൃഷ്ടിയാ. അവരും ക്രിസ്തുവിലായാൽ അവൻ ആരാ? പഴയത് കഴിഞ്ഞു പോയി. ഹല്ലേലൂയ സ്തോത്രം. ഇവരുടെ പഴയത് കഴിഞ്ഞിട്ടില്ല. അവരുടെ മനസാക്ഷിയിൽ എപ്പോഴും അവർക്ക് എന്ത് വന്നുകൊണ്ടിരിക്കുക? പാവം വന്നിരിക്കുക. പക്ഷെ നമ്മുടെ പാവം യേശു എന്ത് ചെയ്തു? ഓക്കെ, ഇനി നമുക്ക് പാവം ചെയ്യാൻ ചെയ്യാതെ വേണം നമ്മളെ എന്തിരിക്കുക? തടുത്തിരിക്കുക. എങ്ങനെ തടുക്കുന്നത്? വഴിയിതിരെ എന്ന് ദൈവം നമ്മളിൽ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇരുന്നുകൊണ്ട് വഴിയിതിരെ എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഹല്ലേലൂയ മാറ്റിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? അനുവദിക്കില്ല. കാരണം എന്താ? ഹല്ലേലൂയ സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തു? വിളിച്ചവരെ നീതീകരിച്ചവരെ എന്ത് ചെയ്യും? തേജസ്കരിക്കും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നതാണ് പൗലോസ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് പാപം ചെയ്യാൻ സമ്മതിക്കില്ല ദൈവം. അതുകൊണ്ട് നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. എങ്ങനെയുള്ളവരായിരിക്കണം? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. എന്തിനാ? യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മളെ എന്ത് ചെയ്തു? ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 10 ഹല്ലേലൂയ സ്തോത്രം 9 മുതൽ ഒന്ന് വായിച്ചട്ടെ. ന്യായപ്രമാണ പ്രകാരം യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല. കണ്ടോ? ന്യായപ്രമാണം സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? വഴിപാടുണ്ടായിരുന്നു, യാഗങ്ങളുണ്ടായിരുന്നു അല്ലേ? സർവാംഗ ഹോമയാഗം ഉണ്ടായിരുന്നു, പാപയാഗം ഉണ്ടായിരുന്നു. ഇതൊന്നും നീ എന്ത് ചെയ്യില്ല? ഇച്ഛിച്ചില്ല. അതിന് ദൈവം എന്ത് ചെയ്തില്ല? അപ്പൊ ന്യായപ്രമാണ കാലത്തെ പുരോഹിതന്മാർ ചെയ്തതിലൊക്കെ എന്ത് ചെയ്തിട്ടില്ല? ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ന്യായപ്രമാണം എന്തിനാ പിന്നെ തന്നത്? എന്താ നമ്മൾ പഠിപ്പിച്ചത്? ക്രിസ്തുവിന്റെ വഴിയിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി തീർന്നു. ന്യായപ്രമാണം എന്തിനാ? ശിശുപാലകൻ. ഹല്ലേലൂയ സ്തോത്രം. പാപം ചെയ്യാതെ അതുവരെ ശിക്ഷ കൊടുത്ത് ദൈവത്തെ പേടിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം ശിശുപാലകനാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരൊക്കെ എന്ത് ചെയ്തു? വഴി തെറ്റി പോയി കഴിഞ്ഞാൽ വടിയെടുത്ത് ഒരു അടി കൊടുത്തിട്ട് എന്ത് ചെയ്യും? നേരെ വഴിക്ക് നടത്തും. അതുപോലത്തെ ശിശുപാലകനായിരുന്നു ന്യായപ്രമാണം. അതിലൊന്നും ദൈവം എന്ത് ചെയ്തില്ലെന്നാ പറഞ്ഞേ? പ്രസാദിച്ചില്ല. ഇനി എന്തിനാ പ്രസാദിച്ചത്? വായിക്കും. പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ. ഏതാ രണ്ടാമത്തത്? ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമം നമുക്ക് തന്ന ക്രിസ്തു അല്ലേ? ആ യേശുവിന്റെ രക്തം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? പിതാവിനെ ആരാധിപ്പാൻ വേണ്ടിയിട്ടാണ് യേശുവിന്റെ രക്തം എന്നാ പറഞ്ഞത് അല്ലേ? വായിച്ചാട്ടെ. രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? ശിശുപാലകന്റെ പരിപാടിയൊക്കെ തീർന്നു. ഇപ്പോഴും ന്യായപ്രമാണം എടുത്തോണ്ട് ഞായറാഴ്ച ഭയങ്കര പ്രസംഗം അല്ലേ? ന്യായപ്രമാണം എടുത്തോണ്ട് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നൊക്കെ ആരെ കുറിച്ചാ? രണ്ടാമത്തതിനെ കുറിച്ചാ. രണ്ടാമത്തത് ആരാ? ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവനെ കുറിച്ചാണ് എന്ത് ചെയ്തത്? പ്രവചിച്ചത്. അതൊക്കെ ദാവീദൊക്കെ പറഞ്ഞു അവർ എന്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും, താഴോട്ട് വായിക്കും. യേശുക്രിസ്തു എത്ര പ്രാവശ്യം കഴിച്ചു? ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എത്ര യാഗം കഴിച്ച്? അത് കാളയ പശുവിനെയാണോ കൊണ്ട് യേശു കഴിച്ചത്? സ്വന്തമായിട്ട് എന്ത് ചെയ്തത്? യാഗമായിട്ട് തന്നെത്താൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. എന്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വേറെ ഒരാടിനെ കൊണ്ടും എന്ത് ചെയ്തിട്ടില്ല? ചുമക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ സ്തോത്രം. യേശു ആണ് ആര്? ലോകത്തിന്റെ പാപത്തെ ചുമന്ന കുഞ്ഞാട്. മറ്റുള്ളവരൊക്കെ അവനോന് വേണ്ടി എന്ത് ചെയ്തു? ആടുകളെ കൊണ്ടുപോയി
യാഗം കഴിക്കണം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെയും കാളക്കിടാക്കളെയും എന്ത് ചെയ്തു, പശുക്കിടാക്കളെയും ഒക്കെ എന്ത് ചെയ്തു, യാഗം കഴിച്ചു. എന്നാൽ ലോകത്തിന്റെ മുഴുവനും പാവങ്ങളെ ചുമന്ന ഒരേ കുഞ്ഞാട് കർത്താവായ യേശു ആണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട്. ഇവിടെ എവിടെ ഇരിക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ വായിച്ച ആത്മാവാൻ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ മർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാതപീഠമായി കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെയായിട്ട്? ഇല്ല. അതാ യേശു കർത്താവ്, എന്നെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ഏറ്റു പറയും. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് പക്ഷപാതം കഴിക്കുക. ശത്രു തന്റെ പാതപീഠമാകുമ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുക, കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സകലത്തിന്റെ അധികാരം ആർക്ക് കൊടുത്തു? ക്രിസ്തുവിന് കൊടുത്തു. സകലത്തിന്റെ അധികാരിയായവനെ അധികാരം ആക്കിയവനെ അവന്റെ തുല്യമാക്കി കളഞ്ഞു. തുല്യനാകാൻ ഒരുത്തനെ നോക്കിയുള്ളൂ, അവനാണ് ലൂസിഫർ അല്ലെങ്കിൽ പിശാച് അല്ലേ. ഞാൻ അത്തിനോട് സമനാകും, അത്തിനോട് മീതിരുന്ന ആളുകളെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറഞ്ഞത് എല്ലാം കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്ര എന്നാ. എല്ലാം കീഴാക്കി കൊടുത്ത ദൈവത്തിൽ ഒഴികെയാണ് പുത്രനെല്ലാം. രാജ്യം പിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം പുത്രൻ താൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനമൊക്കെ എന്ത് ചെയ്തു? അവര് പ്രസംഗിക്കത്തേ ഇല്ല. അപ്പോസ്തല പ്രവൃത്തി പ്രസംഗിക്കത്തില്ല. റോമാലേഖനത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സത്യങ്ങളൊന്നും പ്രസംഗിക്കുകയില്ല. നമ്മൾ പ്രസംഗിക്കുന്ന പൗലോസിനെ അവർ പ്രസംഗിക്കുകയില്ല. നമ്മൾ പ്രസംഗിക്കുന്ന പത്രോസിനെ അവരെന്ത് ചെയ്യില്ല, പ്രസംഗിക്കില്ല. നമ്മൾ പ്രസംഗിക്കുന്ന പത്രോസും പൗലോസും ഒക്കെ അവർക്കൊക്കെ എത്ര ദൈവം ഉള്ളായിരുന്നുള്ളൂ? അവരെ പിതാക്കന്മാർക്ക് എത്ര ദൈവം ഉള്ളായിരുന്നു? ഒരു ദൈവം ഉള്ളായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഒക്കെ ആരാധിച്ച ഒരേ ദൈവത്തെയാണ് പൗലോസും പത്രോസും ഒക്കെ എന്ത് ചെയ്തത്? എങ്ങനെ ആരാധിച്ചത്? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ആരാധിച്ചു. എന്ത്? യേശുവിന്റെ രക്തം എന്തിനാന്ന് പറഞ്ഞത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. വായിച്ചാട്ടതായിട്ട്. നല്ല ഗുണം, സൽഗുണം. അതാ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാപം ചെയ്യാൻ ദൈവം എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. അതുകൊണ്ട് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതായിട്ട് വായിക്കും. 18 വരെ വായിക്കും. ആ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ എന്ത് ചെയ്യുന്നു? സാക്ഷീകരിക്കുന്നു. ആ, ഈ കാലം കഴിഞ്ഞ ശേഷം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതും. ഈ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ന്യായപ്രമാണം ഇപ്പൊ എവിടെയാക്കി? നേരത്തെ എന്താണ്? കല്ലിൽ കൊത്തിയ ന്യായപ്രമാണം അവർ അത് കാണണമല്ലേ? എന്നിട്ടാണ് ആണ്ടുതോറും പോയി പാപയാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പം നമുക്ക് ന്യായപ്രമാണം എവിടെയാക്കിയിരിക്കുന്നത്? ഉള്ളിലാക്കി. ന്യായപ്രമാണം പൂർത്തീകരിച്ച ആരാ? യേശു കർത്താവ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലാക്കി. ഇപ്പോ യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? 2-3 പേർ എന്റെ നാമം എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ആരുണ്ട്? യേശു ഉണ്ട്. അപ്പൊ ഉള്ളിലാക്കിയത് ആരെയാ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവശക്തി ഇപ്പൊ ആരാ? ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് എല്ലാ ലേഖനത്തിലും എല്ലാം ഇരിക്കുന്ന പിതാവിനെ പുത്രനെ കുറിച്ച് മാത്രം. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ദൈവമായിട്ടല്ല, ദൈവത്തിന്റെ ശക്തിയെ മൂന്നാമത്തെ വ്യക്തി ഇവരാക്കിയെങ്കിലും എല്ലായിടത്തും എഴുതിക്കുന്ന എന്താ? നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. സഹോദരന്മാരെ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ, ദൈവം ഒരുവൻ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ പഠിപ്പിച്ചതിന് ശേഷം, ഒരു കർത്താവ് ഒരു ദൈവം ഉണ്ടെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഇവരിപ്പോ എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഹല്ലേലൂയ, തൃത്വം. ഒരു ഭയങ്കര തത്വമാണ് തൃത്വം. ഇതിൽ പോയി കുടുങ്ങി പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അനേകരെ പോലെ വചനത്തെ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിച്ചേർക്കുന്നില്ല. കൂട്ടിച്ചേർക്കുന്നവർക്കൊക്കെ യേശു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ തള്ളിപ്പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് തള്ളിപ്പറയുന്നിടത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് കടന്നു വരാൻ പറയുന്നിടത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. ഉള്ളിലാക്കി ഇനി ഞാൻ അവരുടെ പാവങ്ങളെ അകൃത്യങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ഓർക്കയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ആട്ടുകൊറ്റനെ ആട്ടൊന്നും എന്ത് ചെയ്യണ്ട, വരണ്ട. കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ മതി അല്ലേ? ആ, വായിച്ചോട്ടെ. ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, ഒരു യാഗവും ഇല്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ വായിച്ചാട്ടെ. ഇവൻ ആരാന്നാ പറഞ്ഞത്?
ഹല്ലേലൂയ സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. സർവ്വ സൃഷ്ടിക്കും അവൻ ആരാ? ആദിജാതനമാകുന്നു. ആദിജാതന. ഹല്ലേലൂയ സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ആരാന്ന് പറഞ്ഞത്? ഇങ്ങനെ നീ പ്രസംഗിച്ചാൽ ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഏറ്റുപറയും. അവൻ ആരാന്ന് പഠിപ്പിക്കേണ്ടത്? അവൻ അദൃശ്യനായ ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തെ ആരെങ്കിലും ഒരു നാൾ കണ്ടിട്ടുണ്ടോ? ദൃശ്യനല്ല, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് സർവ സൃഷ്ടിക്കും ആദിജാതൻ. ഞാൻ അപ്പം പറഞ്ഞു നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചത്? കൈകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു. അവനെ എങ്ങനെ സൃഷ്ടിച്ചു? വചനം കൊണ്ട് സൃഷ്ടിച്ചു. അതല്ല സൃഷ്ടിച്ച സർവ സൃഷ്ടിക്കും ആദ്യം അവനെയാ സൃഷ്ടിച്ചത്. എവിടെ സൃഷ്ടിച്ചു? ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനത്തിൽ സൃഷ്ടിച്ചു. വായിക്ക്. എന്തോ ദൈവത്തിന് അറിയാം. ബൈബിളില് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം സഭാപ്രസംഗത്തിലായിരിക്കും ഒരു മനുഷ്യൻ എന്തായി തീരുമെന്ന് ദൈവത്തിന് എപ്പോഴേ അറിയാമെന്ന് പറഞ്ഞേ. അതിന് അവൻ ജനിക്കും മുമ്പേ ദൈവത്തിന് അറിയാം അവൻ ഇന്ന ആളായി തീരുമെന്ന്. അപ്പൊ ഈ സാത്താൻ ഇന്നവനായി തീരുമെന്ന് ദൈവത്തിന് എന്നേ അറിയാം. ഇവനെ സൃഷ്ടിച്ച നാളിൽ തന്നെ അറിയാം ഇവന് ഇത്ര നാൾ കഴിയുമ്പോൾ ഇവൻ നിഗളിക്കുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവന് ദൈവത്തിന് എല്ലാം അറിയാം. അതുകൊണ്ട് ദൈവം ആദ്യം എന്ത് ചെയ്തു? മുൻനിയമിച്ചിരുന്ന ആരെ? പുത്രനെ തന്റെ ജ്ഞാനത്തിൽ സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? വാക്കുകൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ സൃഷ്ടിച്ച് കാലസമ്പൂർണ്ണത വന്നപ്പോൾ എങ്ങനെ ആയി? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. വായിച്ചാട്ടെ. സർവ സൃഷ്ടിക്കും ആദിജാതന. സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. സൃഷ്ടിയുടെ ആരംഭം ആരാ? ക്രിസ്തുവാ. അവൻ സൃഷ്ടിയെ ഇവർ ആരോട് തുല്യനാക്കി? സൃഷ്ടാവിനോട് തുല്യനാക്കി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്യും? പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? വാ മക്കളെ, നീ എന്നെ ദൈവവാക്യോണ്ട് കയറി വാൻ പറയുമോ? എന്ത് ചെയ്യും? തള്ളി പറയും. നീ ഏതാ എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഒരുവനെന്ന് പറഞ്ഞത് കർത്താവ് യേശുവിന്റെ. ഹല്ലേലൂയ സ്തോത്രം. സത്യദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ പറഞ്ഞത്. എങ്ങനെ? ഇസ്രായേലെ കേൾക്കാം. ദൈവം കൊടുത്ത കൽപ്പനയാണ് മർക്കോസിന്റെ സുവിശേഷത്തില് യേശു പറയുന്നത്. ഒരുത്തൻ വന്നിട്ട് ചോദിച്ചു, യേശുവെ മുഖ്യ കൽപ്പനയായിരുന്നു അല്ലേ? അപ്പോ ഇസ്രായേലെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പൊ അവനെന്താ പറഞ്ഞേ? ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. അല്ലെ, ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നവനെ എന്ത് ചെയ്യും? യേശു കർത്താവ് എന്ത് ചെയ്യും? പിതാവിന്റെ മുമ്പില് കയറി വേണം. അവർ 3-4 പേരുണ്ടെന്ന് നീ പറഞ്ഞല്ലേ, കയറി വരാൻ പറഞ്ഞു കയറ്റുവോ? തള്ളിക്കളയും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഏക ദൈവത്തെ യേശു ക്രിസ്തുവിന്റെ രക്തം പിതാവിനെ ആരാധിക്കാനാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം എന്തിനു തന്നത്? ദുർമനസാക്ഷി നീങ്ങുവാൻ ഹൃദയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു? തളിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ എവിടെയാണ് തളിക്കപ്പെട്ടിരിക്കുന്നത്? ഹൃദയങ്ങളിൽ. എന്നിട്ട് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കുന്നത്. വായിച്ചാട്ടെ. വേഗം വായിച്ചാട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും കണ്ട, കാണുന്നതും കാണാത്തതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കണ്ട, സകലമോ അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ ഇവനാണ് എല്ലാം സൃഷ്ടിച്ചത്. അവൻ മുഖാന്തരം അവൻ എവിടെയായിരുന്നു? ജ്ഞാനം. ഹല്ലേലൂയ സ്തോത്രം. സദൃശവാക്യത്തിലൊക്കെ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ജ്ഞാനം എവിടെയായിരുന്നു, ജ്ഞാനം എന്താണെന്നും അല്ലേ? അവൻ മുഖാന്തരം അവനായിട്ടുമാണ് എന്ത് ചെയ്തത്? സൃഷ്ടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ശത്രു പാതോളം ആഗോളം അവൻ കാത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ മുഖാന്തരം അവനായിട്ടുമാണ് നമ്മളെ എന്ത് ചെയ്തത്? സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരം അവനായിട്ട്, അവനിലൂടെയാണ് നമ്മളെ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ രക്തമാണ് എന്ത് ചെയ്യുന്നത്? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വായിച്ചാട്ടെ. സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. സർവത്തിനും മുമ്പേ ഉള്ളവനാ. സർവത്തിനും മുമ്പേ എവിടെയായിരുന്നു അവൻ? ജ്ഞാനത്തിൽ. കണ്ടോ, സർവത്തിനും മുമ്പേ ഉള്ളവൻ. സകലത്തിനും അവൻ ആരാധിക്കുന്നു. പട്ടയവാ. സകലത്തിന്റെ പട്ടയം ആരാ? യേശുവാ. ഈ ദൃശ്യമായതും അദൃശ്യമായതും സകലത്തിന്റെയും ആധാരം ആരാ? ക്രിസ്തുവിലൂടെ. ആ ആധാരത്തിന് വേണ്ടിയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ദൈവത്തിന്റെ പുത്രന് വേണ്ടിയാണ് ദൈവം എല്ലാം. അപ്പൊ ആ പുത്രനാണ് ഈ ഭൂമി ഒന്ന് മരിച്ചെങ്കിൽ ദൈവം അവനെ തള്ളിക്കളയുന്നവനെ ദൈവം വെച്ചേക്കുവോ? വെച്ചേക്കുകയല്ല. അതുകൊണ്ടാണ് ക്രിസ്തു ഉള്ളവന് ദൈവമുണ്ട്, ക്രിസ്തു ഇല്ലാത്തവൻ എന്തില്ല? യേശുവിനെ ക്രിസ്തു കർത്താവെന്ന് അഭിഷക്തൻ എന്ന് വിശ്വസിക്കുന്നവന് ആരുണ്ട്? ദൈവമുണ്ട്. അഭിഷക്തൻ എന്ന് വിശ്വസിക്കാത്തവന് ദൈവമില്ല. പുത്രനാ ദൈവം എന്ന് വിശ്വസിക്കുന്നവന് അവന് ദൈവമില്ല. അവന് സാത്താനാണ് അവന്റെ ദൈവം. അവനാ പുത്രനാ ദൈവം. അവനാണ് ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞത്. വായിച്ചാട്ടെ. അവൻ ആരംഭവും. കണ്ടോ, ആരംഭം.
ആരംഭം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ആരംഭം. ദൈവത്തിന്റെ ആദ്യത്തെ ജ്ഞാനത്തിൽ അവനാണ് ആരംഭം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് ആരംഭം ആരാ? യേശു. ആ, വായിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തവനും ആരാ? ആ, വായിക്കും. അവനിൽ, കണ്ടോ, അവനല്ല, അവനിൽ സർവ്വസമ്പൂർണ്ണ, ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ദേവരുമായി അവനിലല്ലോ വസിക്കുന്നതെന്നാ വായിച്ചത്. അപ്പൊ അവനിൽ സർവ്വസമ്പൂർണ്ണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കേട്ടോ, ഭൂമിയിൽ അവൻ മുഖാന്തരമാണ് സമാധാനം. ഈ രക്തമാണ് ദൈവത്തെ ആരാധിക്കണം. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട്, പുത്രനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിക്കാൻ ദൈവത്തിന് എന്ത് ചെയ്തു? പ്രസാദം തോന്നി. പുത്രനിലൂടെയാണ്. ഇങ്ങനെ നീ എന്നെ ഏറ്റു പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? നമ്മളെയും ഏറ്റു പറയും. വായിക്കുന്നതായിട്ട് വായിക്കും. ആ, ദുഷ്പ്രവർത്തിക്കാരായിരുന്നു നിങ്ങളെയും നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തെ തന്റെ മരണത്താൽ നിരപ്പിച്ചു അല്ലേ? നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നു. എങ്ങനെയാ പൗലോസ് ഘോഷിച്ചത്? യേശുവിനെ പുത്രനാം ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പൗലോസ് ഘോഷിച്ചോ? കർത്താവ് എന്ത് ചെയ്തു? ഘോഷിച്ചു പറഞ്ഞില്ലേ? അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നു പറഞ്ഞവനാണ് പൗലോസ്. അങ്ങനെ ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യും? അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എവിടെ? യേശു എന്താ പറഞ്ഞത്? നമ്മളിപ്പോ വായിച്ചത് എന്താ? എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഏറ്റു പറയും. അതായത് എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ഏറ്റു പറയും. അങ്ങനെ നിന്നാൽ അവന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിലനിൽക്കി. എങ്ങനെ നിന്നാൽ? തുടക്കം തന്നെ വായിച്ചത് ദൈവേഷ്ട ക്രിസ്തേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലസ്സയിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തേശുവിൽ വിശ്വസ്ത സഹോദരന്മാർക്കുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇങ്ങനെ നീ പറഞ്ഞാൽ എവിടെ നിൽക്കുമെന്നാ പറഞ്ഞത് പൗലോസ് പറഞ്ഞേ. അങ്ങനെ അവന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? യേശുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും. അപ്പൊ യേശു നിങ്ങൾ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഏറ്റു പറയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ, ഇവിടെ വായിച്ചാൽ ബാക്കി വായിച്ചാൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അപ്പൊ പൗലോസ് കഷ്ടത, പട്ടിണി, ആപത്ത്, നഗ്നത, വാള് ഇതൊക്കെ നമ്മളും സഹിച്ചിട്ടുണ്ട്. കഷ്ടതയൊക്കെ സഹിച്ചല്ലേ? പട്ടിണി കിടന്നു. നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന സഹിച്ച്, സഹോദരങ്ങളുടെ നിന്ന, കുടുംബത്തിൽ നിന്നുള്ള നിന്ന, യേശുവിന്റെ നാമക്കാരൻ എന്നുള്ള നിന്ന, ഇതെല്ലാം സഹിച്ച് എന്തിനാ? ഹല്ലേലൂയ. നമ്മളെ എന്ത് ചെയ്യും? അപ്പൊ കർത്താവ് പിതാവിന്റെ മുമ്പിൽ നമ്മളെ എന്ത് ചെയ്യും? ഏറ്റു പറയും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പൗലോസ് പൂരിപ്പിച്ചെങ്കിൽ നമ്മളും പൂരിപ്പിക്കണം. എങ്ങനെ? കഷ്ടത വന്നാലും, നഗ്നത, ആപത്ത്, പട്ടിണി എന്തു വന്നാലും എന്ത് ചെയ്യണം? യേശുവിനെ തള്ളി പറയില്ല. യേശുവിനെ കർത്താവെന്ന് തന്നെ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കും. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം, ജോലിയാണിത് അല്ലേ? ഒരു ഉദ്യോഗസ്ഥനാണ്. എവിടത്തെ ഉദ്യോഗസ്ഥനാണ് നമ്മള്? ഞാനിപ്പോ ചെയ്യുന്നത് എവിടത്തെ ഉദ്യോഗസ്ഥനാ? സ്വർഗത്തിന്റെ അല്ലേ? സ്വർഗത്തിന്റെ വരെ ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി നിന്നുകൊണ്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് നിരന്നുകൊള്ളാൻ ഞാൻ പ്രസംഗിക്കുന്നത് ആരുടെ ജോലിക്കാരനാ? ദൈവത്തിന്റെ ജോലിക്കാരനാണ്. എനിക്ക് ശമ്പളം അവിടെ നിന്നാണ് തരുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ശമ്പളം തരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ നടത്തുന്നു. വായിക്കും. സഭയുടെ ശുശ്രൂഷനായി തീർന്നിരിക്കുന്നു. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് കേട്ടോ, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഈ പുത്രനെ കുറിച്ചുള്ള അറിവ് മറഞ്ഞു കിടക്കുകയായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നോ പുത്രനെ? പുത്രനുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? പ്രവാചകന്മാരെല്ലാം എന്ത് ചെയ്തു? പ്രവചിച്ചിട്ട് അവർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടാണോ? നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആ ശുശ്രൂഷ അവരന്ന് ചെയ്തത് അല്ലേ? അവരെന്ത് ചെയ്തു? ഇങ്ങനെ ആരാഞ്ഞു നോക്കി. ഇതെന്ന് വരും, ക്രിസ്തു വരും,
സ്ത്രീ എന്നൊരു സന്തതി വരും, ദാവീദിന്റെ പട്ടണത്തിൽ വരും, അല്ലേ? മശിയ വരും, ക്രിസ്തു വരും. അവ ശമരിയ സ്ത്രീ എന്താ പറഞ്ഞേ? മശിയ വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. അപ്പം മശിയ എന്താ പറഞ്ഞത്? പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല യെരൂശലേമിലുള്ള അല്ല എന്നുള്ള നാഴിക വന്നിരിക്കുന്നു, അല്ലേ? സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിന്റെ ആത്മാവിലും നമസ്കരിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലേ? സത്യ നമസ്കാരികൾ ആരെ ആരാധിക്കും? പിതാവിനെ ആരാധിക്കും. അല്ലാത്തവർ നമസ്കാരികൾ ആരെ ആരാധിക്കും? പുത്രനാം ദൈവത്തെ ആരാധിക്കും, അല്ലെങ്കിൽ അപ്പൊ സത്യ നമസ്കാരികൾ മാത്രമേ എവിടെ ആരാധിക്കുള്ളൂ? പിതാവിനെ ആരാധിക്കുള്ളൂ. അവരെ ആര് ഏറ്റു പറയും? യേശു കർത്താവ് ഏറ്റു പറയും. അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പിതാവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് പറയും, ഹല്ലേലൂയ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കയറി വരാൻ പറയും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കയറി വരാൻ പറയും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് എന്ത് ചെയ്തു? വെളിപ്പെട്ടു വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മം മറിഞ്ഞു കിടന്നില്ല, മർമ്മം. ആ മർമ്മത്തിന്റെ മഹിമാതരം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് എന്ത് ചെയ്തു? ഇഷ്ടമായി. ആ മർമ്മം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ഇഷ്ടമായി. ആ മർമ്മം എന്താന്ന് ജാതികൾക്കും വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് എന്ത് ചെയ്തു? ഇഷ്ടം തോന്നി. അത് എന്താണ് ആ ഇഷ്ടം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? കർത്താവ് ആത്മാവാകുന്നു. നമ്മൾ ആത്മാവധാനം ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നു. അതിനിപ്പോ എന്താ പറയുക? ദൈവത്തിന്റെ സന്നിധി മധ്യസ്ഥനായിട്ടിരിക്കുന്ന ആരാ? അപ്പം ആ ആത്മാവ് നമ്മളിൽ ഇരുന്നുകൊണ്ട് ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? നമ്മളിരിക്കുമ്പോ ക്രിസ്തു ഇരിക്കുന്ന ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യാൻ സമ്മതിക്കില്ല. പാവിയുടെ ഇടയില ഇന്ന് നമ്മുടെ ദൈവദാസൻ പ്രസംഗിച്ച പോലെ താമര എവിടെയാ വളരുന്നത്? ചെടിയിൽ വളരും, വെള്ളത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? അതിന് ഇല കിടക്കുന്നത്. പക്ഷെ വെള്ളം എത്ര കോരി ഒഴിച്ചാലും വെള്ളം അതിന് നിൽക്കുമോ? ലോകത്തിലുള്ള കറ അതിലെന്ത് ചെയ്യില്ല, പറ്റില്ല. ലോകത്തിലാണ് താമസിക്കുന്നതെങ്കിലും ലോകത്തിന്റെ കറ നിങ്ങൾ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അതിലെന്ത് ചെയ്യില്ല, അത് അങ്ങ് ഒഴുകിപ്പോകും. ലല്യാസ്തോത്രം അതിന് നിലനിൽക്കില്ല. അപ്പം ലോകത്തിന്റെ കറ എന്ത് ചെയ്യാൻ പറ്റില്ല. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. വായിക്ക്. തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ? ആരെ? ക്രിസ്തുവിനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഇവിടെ എങ്ങനെയാ ഉപദേശിച്ചിരിക്കുന്നത്? ആദ്യം തുടങ്ങിയത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യാനാ പറഞ്ഞേ? സ്തോത്രം. ഏത് മനുഷ്യനെയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയാ പരിശുദ്ധാത്മാവ്. എന്താ? എന്നിൽ ബലത്തോടെ. എങ്കിലും അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ തന്നെ നൽകിയിരിക്കുന്നത്. എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയെ മൂന്നാമത്തെ വ്യക്തിയാക്കി അങ്ങനെ തൃത്വം ഭൂമിയിൽ കൊണ്ടുവന്നു. 3 ദൈവം ഉണ്ടെന്ന് 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായപ്പോൾ 3-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? AD 325 318 ബിഷപ്പുമാർ ചേർന്ന് എന്ത് ചെയ്തു? ട്രിനിറ്റി, 3 ദൈവമുണ്ട്, 3 ആൾ രൂപങ്ങളുള്ള ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഇത് ബൈബിളിക്കലാണോ? അപ്പൊ യേശു എന്ത് ചെയ്യും? പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? തള്ളിപ്പറയും. ഹല്ലേലൂയ. നമ്മൾ തള്ളിപ്പറയാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ, സത്യ ഏകദൈവത്തെ സൃഷ്ടിച്ച പിതാവിനെ ആരാധിക്കുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം? മാറണം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ 2-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് പറയാണ് ക്രിസ്തു ആരാണ്? ദൈവത്തിന്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മർമ്മം, മറഞ്ഞിരിക്കുന്നത്. മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നതാണ് യേശു, അല്ലേ? അതിലെ ഇവിടെ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതെങ്കിലും ഇപ്പോൾ തന്റെ എന്ത് ചെയ്തു? വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? പ്രസാദം. ആ പ്രസാദം തോന്നിയ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പൗലോസ് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് ക്രിസ്തു എന്ന ദൈവത്തിന്റെ മർമ്മം. ആ മറഞ്ഞിരുന്നത് ആരാ? ക്രിസ്തു ദൈവത്തിന് എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? മറിഞ്ഞിരിക്കുകയായിരുന്നു. എവിടെ? ജ്ഞാനത്തിൽ. ആ ജ്ഞാനത്തിലിരുന്നത് എന്ത് ചെയ്യും? ഞാനിപ്പോൾ നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഉണ്ടാക്കണേലും അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണേലും എന്ത് ചെയ്യും? എഞ്ചിനീയർ എന്ത് ചെയ്യും? ആ വണ്ടിക്ക് ലൈറ്റ് ഇന്നടുത്ത് വരണം, അല്ലേ? അതിൻ്റെ ഹാലലിയ സ്റ്റിയറിങ്ങിൻ്റെ വലിപ്പം എത്ര ആയിരിക്കണം, അതിൻ്റെ ടയർ വലിപ്പം എത്ര ആയിരിക്കണം, അതിൻ്റെ ഹാലലിയ സ്തോത്രം ചേസ് ഇത്ര നീളം ഉണ്ടാകണം, അതിൽ എത്ര സീറ്റ് പിടിപ്പിക്കണമെങ്കിൽ ഇത്ര നീളം വേണമെന്നൊക്കെ ആര് മുൻനിയമിക്കും? എഞ്ചിനീയർ മുൻനിയമിച്ചിട്ട് എന്ത് ചെയ്യും? വരച്ചിട്ട് എന്ത് ചെയ്യും? ഓരോന്നുണ്ടാക്കിയിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളൊക്കെ എന്ത് ചെയ്യും? തീർത്ത് എന്ത് ചെയ്യും? ഒരു വണ്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ
കൊണ്ടുവരും. അതുപോലെ ദൈവം എന്ത് ചെയ്തു? തന്റെ ജ്ഞാനത്തിൽ പുത്രനെ വെച്ചിട്ട് എന്ത് ചെയ്തു? അവൻ മുഖാന്തരം അവനായിട്ട് എന്ത് ചെയ്തു? സകലത്തെയും ഉളവാക്കി. സൃഷ്ടിയുടെ ആരംഭം അത് കഴിഞ്ഞിട്ട് സൃഷ്ടിച്ചതാണ് ആര്? ലൂസിഫറിനെയൊക്കെ അത് കഴിഞ്ഞാൽ സൃഷ്ടിച്ചത്. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സാറാമായിരുന്നു. അവൻ കെരുവായിരുന്നു. അവൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പൊ ദൈവത്തിന് എന്നേ അറിയാമായിരുന്നു. സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇവനെ എന്ത് ചെയ്യാം? അറിയാം. ഇവൻ ഇങ്ങനെ ആയിത്തീരുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അവനോട് എന്തെന്നും നമുക്ക് ചോദിപ്പാൻ അല്ലെ 1001 പോലും നമ്മൾ എന്ത് ചെയ്യില്ല? ഉത്തരം പറയില്ല. അപ്പോ ഹല്ലേലൂയ സ്തോത്രം വായിക്കുകയാണ്. ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഹൃദയങ്ങൾക്ക് എന്ത് വരണം? ആശ്വാസം വരണം. ഇവരുടെ ഹൃദയങ്ങൾക്ക് എന്തില്ല? ആശ്വാസമില്ല. അവർ എത്ര ഉപവസിച്ചാലും എന്തില്ല? ആശ്വാസമില്ല. കാരണം എന്താ? അവർ ദൈവത്തിന്റെ ജ്ഞാനത്തിലിരുന്ന പുത്രനെ കുറിച്ചൊന്നും ഉള്ള അറിവ് അവർക്ക് ഇല്ല. വായിക്കും. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്ന അവനിൽ, പുത്രനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനത്തെയും പരിജ്ഞാനം, അതിനെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗുപ്തമായിട്ട് ആരിലായിരിക്കുന്നത്? അതുകൊണ്ട് യേശു വെളിപ്പെടുത്താതെ ആർക്കും പിതാവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാരോട് അത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴും യേശു കർത്താവ് അതാ പറഞ്ഞത്, പിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെയും എന്ത് ചെയ്തേനെ? സ്വീകരിച്ചേനെ. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്നാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തേനെ? സ്വീകരിച്ചേനെ. കാരണം ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ എന്ത് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കാനാണ് പറഞ്ഞത്. വായിക്കും. താഴെ വശീകരണ വാക്കുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനായി. അമേരിക്കയിൽ ഇരുന്നാലും ലണ്ടനിൽ ഇരുന്നാലും നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ആത്മാവ് കൊണ്ട് നമ്മൾ അവിടെ എങ്ങനെയുള്ളവരാ? സമീപസ്ഥർ. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിൽ അവരെ വിചാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അവിടെ നിന്ന് സമീപസ്ഥരായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. വായിച്ചാട്ടെ. നിങ്ങളുടെ ക്രമവും സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം. എന്താ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം? യേശു ക്രിസ്തുവിന്റെ രക്തം എന്തിനാ? പിതാവിനെ ആരാധിക്കാനല്ലേ? ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം, സ്ഥിരത വേണം അല്ലേ? കണ്ട് സന്തോഷിക്കുക. അപ്പൊ സ്ഥിരതയുള്ളവരായിരിക്കണം. സ്ഥിരത ഇല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഒന്നിലധികം ദൈവത്തിന് പുറകെ 2 യജമാനന്മാരെ ഒരുപോലെ സേവിപ്പാൻ കഴിയയില്ലെന്ന ബൈബിൾ പറയുന്നത്. 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ പറ്റുമോ? പിന്നെ ഒരു 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് സേവിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ പോകുന്ന ആരാ? ഹല്ലേലൂയ സ്തോത്രം. ബൈബിളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ജാതികൾക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പകുത്തു കൊടുത്തിരിക്കുകയാണ്. ആകാശ സൈന്യമായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ അവനെ കണ്ട് നിങ്ങൾ വശീകരിക്കുന്നത്. ഞാൻ ആകാശത്തിലുള്ള സകല ജാതികൾക്ക് എന്ത് ചെയ്തിരിക്കാം? വിഭാഗിച്ചു കൊടുത്തിരിക്കുക. അവർക്കായി തൃത്വം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിശാച്, മൃഗം, കള്ളപ്രവാചകൻ. ഇതാണ് തൃത്വം. പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നിങ്ങൾ പിശാചിന്റെ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അവിടെ 3 പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അബ്രഹാം പിതാവ്, ദൈവം പിതാവ്, പിശാചും പിതാവ്. അപ്പൊ പിശാചും പിതാവാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പേര് പറയാതെ പിതാവ് എന്ന് പറഞ്ഞാൽ പേരല്ല, പുത്രൻ എന്ന് പറഞ്ഞാൽ പേരല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും പേരല്ല. അപ്പൊ പേര് പറയാത്ത വിളിക്കുന്ന ഇവരാരാ? ഹല്ലേലൂയ സ്തോത്രം. ഇവരെ ദൈവത്തിന്റെ പുത്രൻ എന്ത് ചെയ്യും? ദൈവത്തിന് മുമ്പിൽ വിളിച്ചു പറയോ? ഇവരെ കയറ്റി വിടാൻ തള്ളി പറയും. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചത് വേഗം വായിക്കും. എന്നിട്ട് പൗലോസ് പറയുന്നത്, ആകയാൽ നിങ്ങൾ ആരെ യേശുവിനെ എങ്ങനെ സ്വീകരിച്ചേ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച പോലെ. സൃഷ്ടാവായ കർത്താവല്ല, സൃഷ്ടിയായ കർത്താവിനെ. സകലവും ആ സൃഷ്ടാവായ കർത്താവ് ഇവന് അധികാരം കൊടുത്ത് സകലത്തെ ഇവന്റെ കാഴ്ചയിലാക്കി കൊടുത്തിരിക്കുന്ന ആ കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ യേശുവിനെ എങ്ങനെയുള്ള കർത്താവായിട്ട് സ്വീകരിച്ചത്? ഇപ്പൊ ദൈവത്തിന്റെ സകലത്തിന്റെ അധികാരി ആരാ? യേശു. ആ അധികാരിയായിട്ട് നിങ്ങൾ സ്വീകരിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് വന്ന ദൈവം അയച്ച പുത്രനെ, ആ പുത്രനാം ദൈവമായിട്ടല്ല, അവനെ നമ്മുടെ കർത്താവായിട്ട് സ്വീകരിച്ചതുപോലെ അവനിൽ നടക്കണം. എങ്ങനെ നടക്കണം? യേശു എന്താ പറഞ്ഞത്? എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ എൻ്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവമാണ് നിങ്ങളുടെയും ദൈവം. എനിക്കൊരു പിതാവുണ്ട്, ആ പിതാവാണ് നിങ്ങളുടെയും പിതാവെന്നാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് 325 318 ബിഷപ്പുമാർ ചേർന്നിട്ട് എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. വായിക്കും. വേഗത്ത് വായിക്കും. 13 വരെ വേഗത്ത് വായിക്കും.
തോന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സന്തോഷത്തിൽ കവിയും ഇരിപ്പീൻ. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം പൗലോസൊക്കെ ഉപദേശിച്ച എത്ര ദൈവത്തെ കുറിച്ചാ? ഒരു ദൈവത്തെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഉറച്ചു നിൽക്കാനാ പറഞ്ഞേ. വായിക്കേ. തത്വജ്ഞാനവും വെറും വഞ്ചനയും എന്നിട്ട് പറയണം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര പ്രാവശ്യം സൂക്ഷിക്കണം 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 എന്ന് ദൈവം നമ്മളോട് പറയുന്നു വചനത്തിലൂടെ. എങ്ങനെ? എന്നിട്ട് പറയാണ് സൂക്ഷിക്കണം. അത് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തോളം അല്ലാതെ ക്രിസ്തുവിന് ഒത്തോളമല്ല. എന്നിട്ട് പറയണം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പൊ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും എല്ലാം തല ആരാ? ഇപ്പം സകലത്തെയും അവന്റെ കാൽ കീഴാക്കി ദൈവം കൊടുത്തിരിക്കുക അല്ലേ? ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ എല്ലാം അവൻ എന്ത് ചെയ്തു? കീഴാക്കി കൊടുത്തവൻ ഒഴുകിയ എത്ര? വായിക്കും, താഴോട്ട് വായിച്ചാട്ടെ. അല്ല, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? എങ്ങനെ ലഭിച്ചത്? ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം മരണത്താലല്ലേ ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുക. സ്നാനത്തിൽ ആരോട് കൂടെ മരിക്കണം? പിതാവ് നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടോ? ക്രൂശിൽ വന്നോ? അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിനെയും കൊണ്ട് കൊല്ലുക. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നതാണ് സ്നാനം. അപ്പൊ യേശുവിന്റെ കൂടെ മരിക്കുന്നതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇവർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എന്ത് ചെയ്യുക? ദൈവശക്തിയെയും ദൈവത്തെയും പുത്രനെയും എല്ലാം ചേർത്ത് പിടിച്ചു എന്ത് ചെയ്യുക? മുക്കുക. അപ്പൊ പിതാവിനെയും കൊല്ലുന്ന ഇവരാരാ? കൊലയാളികൾ. എങ്ങനെ? കൊലയാളികൾ എവിടെയാ പോകുന്നത്? നരകത്തിലേക്ക്. അപ്പൊ അവരെ യേശു എന്ത് ചെയ്യും? തള്ളിപ്പറയും. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി എന്ത് ചെയ്യണം? പഠിപ്പിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ വ്യാപാര ശക്തി. മനസ്സിലായോ? യേശുവിനെ ആരാ ഉയർപ്പിച്ചേ? അവനെ ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ യേശു എന്ത് ചെയ്യും? പിതാവിന്റെ മുമ്പിൽ നമ്മളെ എന്ത് ചെയ്യും? ഏറ്റു പറയും. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. വ്യാപാര ശക്തി പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് എന്താ? ദൈവത്തിന്റെ ശക്തിയാ. അതിനെ മൂന്നാമത്തെ വ്യക്തിയാക്കി. ഹല്ലേലൂയ. വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിന്റെ അവരോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിലുള്ള. നമ്മളിപ്പം മരണത്തെയും ഭയമില്ല, ജീവിച്ചാലും മരിച്ചാലും. പൗലോസ് പറയുന്നത്, ഞാൻ ശരീരം വിട്ട് ക്രിസ്തുവിനോട് വേർപെട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾ നിമിത്തം ഇരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആർക്കു വേണ്ടി അവൻ ഇവിടെ ഇരുന്നത് ജീവനോടെ? നമ്മളോട് സുവിശേഷം പറയാൻ, അല്ലെങ്കിൽ നമ്മളോടെന്ന് പറഞ്ഞാൽ അന്നത്തെ സഭയിലുള്ളവരോട് സുവിശേഷം പറയാൻ വേണ്ടി എന്ത് ചെയ്തു? ജീവനോടെ ഇരുന്നു. ഇന്ന് അവൻ ജീവനോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? അവർക്ക് മരണമില്ല. ക്രിസ്തേശുവിലുള്ളവർക്ക് എന്തില്ല? പൗലോസൊക്കെ മരിച്ചെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് മരിച്ചതായിട്ട് ഒരു മരിച്ച വ്യക്തിയെ കുറിച്ച് നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ? ജീവനോട് ഉള്ള പോലെയല്ലേ തോന്നുന്നത്? എന്തുകൊണ്ടാണ്? അവരെവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ജീവിച്ചാലും മരിച്ചാലും ആർക്കുള്ളതാ? ക്രിസ്തുവിലുള്ളതാ. വായിക്കും. അവൻ അവരോട് കൂടെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. മതി. ഹല്ലേലൂയ സ്തോത്രം. വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ. അതെന്താ രണ്ടവൻ വന്നേ? പിതാവായവൻ പുത്രനോട് കൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പുത്രന്റെ രക്തം എന്തിനാ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഒന്നുകൂടെ വായിച്ചിട്ട് ആദ്യം നമ്മൾ വായിച്ച വചനം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിലും തള്ളിപ്പറയും. അപ്പൊ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ദൈവപുത്രനെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. അപ്പൊ നമ്മളെ ആര് പറയും? നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നേരിട്ടൊന്നും പോകാൻ പറ്റില്ല. മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ നമ്മളെ ആരും ഏറ്റു പറയും? ദൈവപുത്രൻ ദൈവത്തിന് മുമ്പിൽ നമ്മളെ എന്ത് ചെയ്യും? ഏറ്റു പറയും. അതിനായി ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്ന് കേട്ട വചനപ്രകാരം ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിന്റെ സന്നിധിയിൽ കർത്താവേ, ഹല്ലേലൂയ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മഹാദൈവത്തെ ഹല്ലേലൂയ ആരാധിപ്പാൻ, യേശുവിൻ്റെ രക്തം വിശുദ്ധ ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ
ഞങ്ങളുടെ കർത്താവിലൂടെ ഞങ്ങളോട് ദയ കാണിച്ച ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുവാൻ സർവശക്തൻ ഞങ്ങൾക്ക് വേണ്ടി കാലയിലെ കൃപ കാണിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം പിതാവേ. നിന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവിൽ ഇടപെടണമേ. നിത്യജീവനായി കർത്താവെ ഹാലേലുയ നിൽപ്പാൻ തക്കവണവരെ ഹാലേലുയ കൃപ ചെയ്യണമെന്നാണ് നോക്കയുടെ കാലത്തെ ഹാലേലുയ അനുഭവങ്ങൾ മനുഷ്യപുത്രൻ്റെ വരവിലും ഹാലേലുയ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവാസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവെ ഹാലേലുയ ദൈവപുത്രനെ ഹാലേലുയ ഏറ്റുപറയുന്നവരായി യേശുവിനെ കർത്താവെന്നും ഹാലേലുയ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവനാമമഹത്വത്തിനായി ജീവിക്കാൻ ദൈവമേ ഓരോരുത്തരെയും ബലപ്പെടുത്തണേ കർത്താവെ. നിത്യജീവൻ അവകാശികളാക്കണമേ. ദൈവത്തെയും പുത്രനെ കുറിച്ചുള്ള അറിവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് കർത്താവെ ജനത്തിന് കൊടുക്കണമേ. ഹാലേലുയ അവർ ജീവനുള്ള ദൈവത്തെ ഭയപ്പെടണം. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ പാപങ്ങളെ പോക്കി കർത്താവെ ഞങ്ങളെ വഴിതെറ്റി പോകാതെ വണ്ണം ഇന്നുവരെയും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമയുടെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരെ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഏകജ്ഞാനിയായ ഏക ദൈവത്തിന് ഹാലേലുയ സ്തോത്രം ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ കൃപ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നു പിതാവേ. ഹാലേലുയ ഞങ്ങൾ ചെയ്യണമേ. ഈ പ്രാർത്ഥന കേട്ട ഹാലേലുയ സ്തോത്രം ഓരോ കുടുംബത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതലും ആശ്വാസവും കർത്താവേ ഉണ്ടാകണമേ. വിടുതലുണ്ടാകണമേ. സത്യദൈവത്തെ അറിയുന്ന അറിവ് കൊടുക്കണമേ നാഥ. പല വിഷയങ്ങളിലാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനത്തെ ഏൽപ്പിക്കുന്നു യേശപ്പ. ഈ പ്രാർത്ഥനയുടെ കൂടെ കർത്താവെ ഞങ്ങൾക്കൊപ്പം ചേരുമ്പോൾ ദൈവം വലിയ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവങ്ങൾ ചെയ്തനായ സ്തോത്രം. ചെയ്ത അത്ഭുതങ്ങൾ വർണ്ണിപ്പാൻ തക്കവണ്ണം നിൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയുന്ന അറിവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊടുക്കണം, ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.